നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ സംഭവിച്ച വാർത്തകൾ സമഗ്രമായി പരിശോധിക്കുന്ന ഇന്ന് സംഭവിച്ചത് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അനുജ. ആദ്യ വാർത്ത, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇടപെട്ട് ഹൈക്കോടതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ചോദ്യങ്ങളുമായി ഹൈക്കോടതി. റിപ്പോർട്ടിൽ സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കോടതി ചോദിച്ചു. കേസെടുക്കണമെന്ന ഹർജിയിൽ സർക്കാരിന്റെ നിലപാട് എന്തെന്ന് കോടതി ആരാഞ്ഞു. വനിതാ കമ്മീഷനെ കേസിൽ സ്വമേധയാ കക്ഷി ചേർത്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിരവധി ചോദ്യങ്ങൾ ഇന്ന് സർക്കാരിന് നേരെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായി. റിപ്പോർട്ടിൽ സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാരാഞ്ഞ ഹൈക്കോടതി കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത് ഗുരുതരമായ പ്രശ്നങ്ങളല്ലേ എന്നും ചോദ്യമുന്നയിച്ചു. മൊഴി തന്നവരുടെ പേരുകൾ സർക്കാരിന്റെ പക്കലുണ്ടോ? പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന കുറ്റങ്ങൾ റിപ്പോർട്ടിലുണ്ടോ? മൊഴി നൽകിയവർക്ക് നേരിട്ട് മുൻപിൽ വരാൻ താൽപ്പര്യമുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളും ഹൈക്കോടതിയിൽ നിന്നുണ്ടായി. എന്നാൽ മൊഴി തന്നവരുടെ പേര് വിവരങ്ങൾ കോൺഫിഡൻഷ്യൽ ആണെന്നായിരുന്നു സർക്കാരിന്റെ മറുപടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിൽ പരിമിതിയുണ്ട്. കേസെടുക്കണമെന്ന ആവശ്യത്തിൽ മൊഴി നൽകിയാൽ നടപടി സ്വീകരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. സമാന നിലപാടാണ് വനിതാ കമ്മീഷനും ഇന്ന് സ്വീകരിച്ചത്. കൃത്യമായിട്ട് പരാമർശങ്ങൾ അവർ തെളിവുകൾ സഹിതം ഉണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ തെളിവുകൾ കൂടുതൽ ശേഖരിച്ചുകൊണ്ട് നടപടികൾ ഉണ്ടാവണം എന്ന് ബന്ധപ്പെട്ട സ്ത്രീകൾ തന്നെ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ, ഇതിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പരാതിയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആർക്കാണോ പരാതി പറയാനുള്ളത് ആ പരാതി സംബന്ധിച്ച് ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് പരാതി സംബന്ധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കഴിയും. അതേസമയം ഹേമ കമ്മിറ്റിയുടെ പൂർണ്ണരൂപം മുദ്രവച്ച കവറിൽ സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വനിതാ കമ്മീഷനെ കേസിൽ സ്വമേധയാ കക്ഷി ചേർക്കുകയും ചെയ്തു. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടികളിൽ സർക്കാരിൽ ഭിന്നാഭിപ്രായം. റിപ്പോർട്ടിന്മേൽ സ്വമേധയാ കേസെടുക്കാമെന്ന് KN ബാലഗോപാലും നിയമ നടപടി സ്വീകരിക്കുമെന്ന് MP രാജേഷും പ്രതികരിച്ചു. സ്വമേധയാ കേസെടുക്കാനാകില്ലെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. സമാന നിലപാടാണ് മുഖ്യമന്ത്രിക്കും ഉള്ളത്. ഒരു കാര്യം വ്യക്തമാക്കാൻ ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുകയാണ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയ ഏതെങ്കിലും വനിത പരാതി നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ സർക്കാരിൽ നിന്ന് ഉചിതമായ ഇടപെടലുണ്ടാവും. എത്ര ഉന്നതനായാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന് മുന്നിലെത്തിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ സ്വമേധയാ നടപടി സ്വീകരിക്കുമോ എന്ന ചോദ്യത്തോടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം. എന്നാൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുക്കാൻ നിയമമുണ്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ഞാൻ ഒരു കാര്യം വളരെ ക്ലിയറായി പറയുന്നത്, നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെ ഒരു നേരിട്ട് പരാതി ഉണ്ടെങ്കിലും അല്ലാതെയൊക്കെ എടുക്കാനുള്ള നിയമമുണ്ടല്ലോ. ആ നിയമം അനുസരിച്ചിട്ട് മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ലല്ലോ, അതിനൊന്നും വ്യത്യസ്തമല്ലല്ലോ. ഇതൊരു അഡീഷണൽ ഇൻഫർമേഷനാണ്. അല്ലെങ്കിൽ ഈ മേഖലയെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ വന്ന പരാതികൾ, പ്രത്യേകിച്ച് വനിതാ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഉന്നയിച്ച പ്രശ്നങ്ങളെല്ലാം പഠിച്ചു വന്നതാണ്. ഇതിന് സമാനമായ പ്രതികരണമാണ് മന്ത്രി MP രാജേഷിന്റേതും. സർക്കാർ നടപടി സ്വീകരിക്കും. എന്താണോ നിയമപരമായിട്ട് സ്വീകരിക്കേണ്ട നടപടി, നിയമപരമായ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുക. സർക്കാരിൻ്റെ മുകളിൽ മറ്റാരെങ്കിലും സമ്മർദ്ദം ചെലുത്തിയിട്ടാണോ ഹേമ കമ്മിറ്റി വെച്ചത്? സർക്കാരിൻ്റെ തീരുമാനമായിരുന്നു ഹേമ കമ്മിറ്റിയെ വെക്കാനുള്ളത്. ഇരുവരുടെയും നിലപാടിനെ തള്ളുകയാണ് മന്ത്രി VN വാസവൻ. കേസെടുക്കാൻ സർക്കാരിന് സാധിക്കില്ല. അതിനകത്തൊരു പ്രശ്നം നിയമപ്രശ്നമാണ്. ആ നിയമപ്രശ്നം വെച്ചാൽ ഒരാൾ പരാതിപ്പെടാതെ ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടിൽ കാണുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം എടുക്കുന്ന രൂപത്തിലേക്ക് പോയാൽ അത് രക്ഷപ്പെടില്ല എന്നുള്ളതാണല്ലോ സോളാർ മറ്റു രൂപത്തിൽ മാറ്റിവെക്കേണ്ടി വന്നത്. ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ഇത് നിയമപ്രശ്നമാണ്. സർക്കാരിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്ന് വിശദീകരിച്ച സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പരാതി കിട്ടിയാൽ കേസെടുക്കാമെന്ന മുൻ നിലപാട് ആവർത്തിച്ചു. ഭിന്നത ചർച്ചയായതോടെ മന്ത്രി KN ബാലഗോപാലിന്റെ പഴി മാധ്യമങ്ങൾക്ക്. താൻ പറഞ്ഞത് ഭാഗികമായി അവതരിപ്പിച്ച് മാധ്യമങ്ങൾ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്നാണ് കുറ്റപ്പെടുത്തൽ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ലൈംഗിക ആരോപണങ്ങളിൽ നിയമ നടപടി വേണമെന്ന് CPI നേതാവ് ES ബിജിമോൾ. ആരോപണ വിധേയരുടെ പേര് പുറത്തുവിടണം. പോക്സോ കേസിൽ വിട്ടുവീഴ്ച പാടില്ല. അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിക്കണമെന്നും ES ബിജിമോൾ 24 ന്യൂസ് ഈവനിംഗിൽ ആവശ്യപ്പെട്ടു. FIR ഇട്ടുകൊണ്ട് തന്നെ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുടെ പേരിൽ FIR ഇട്ടുകൊണ്ട് തന്നെ അന്വേഷണം നടത്തണം. ഈ പോസ്കോ കേസിലൊന്നും നമുക്ക് ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട കാര്യമില്ല. അത് നിയമം തന്നെ അനുശാസിക്കുന്ന കാര്യങ്ങളാണ്. സ്വാഭാവികമായിട്ട്
ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്തൊരു നിലപാട് ഗവൺമെന്റ് ഈ കാര്യത്തിൽ സ്വീകരിക്കണം. ഇതിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുടെ പേരുകൾ പുറത്തു പറയുന്നതിന് എന്താ ഇത്ര വലിയ ബുദ്ധിമുട്ട്? ഈ ഹൈ പവർ ആണെങ്കിലും കൊള്ളാം, ലോ പവർ ആണെങ്കിലും കൊള്ളാം, ഈ സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്നവരാണെങ്കിലും കൊള്ളാം, അല്ലാത്തവർ ആണെങ്കിലും കൊള്ളാം, ഇങ്ങനെ ഒരു മാഫിയ സംഘം അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് വിവരങ്ങൾ പുറത്തു വിടണം, FIR ഇടണം, കേസെടുക്കണം. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ കോൺക്ലേവ് നടത്താനുള്ള നീക്കത്തിൽ സർക്കാർ പ്രതിപക്ഷ പോര്. ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തി സിനിമാ കോൺക്ലേവ് നടത്തിയാൽ തടയുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നായിരുന്നു സാംസ്കാരിക മന്ത്രിയുടെ മറുപടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ സിനിമാ കോൺക്ലേവ് നടത്തുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനെതിരെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തിയത്. ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തിയുള്ള കോൺക്ലേവ് സ്ത്രീത്വത്തിനെതിരായ നടപടിയാണ്. രാഷ്ട്രീയമായല്ല, സ്ത്രീ വിഷയമായിട്ടാണ് ഇതിനെ കാണുന്നത്. സിനിമാ കോൺക്ലേവ് തട്ടിപ്പാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. ഈ സിനിമാ കോൺക്ലേവ് എന്ന് പറയുന്നത് ആരോപണ വിധേയരായ ഇവരെയും ഇരകളെയും ഒരുമിച്ചിരുത്തി ഇരകളായവരെ അപമാനിക്കുകയാണ്. സർക്കാർ യഥാർത്ഥത്തിൽ വേട്ടക്കാരോടൊപ്പമാണ്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് 4.5 കൊല്ലമായി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സമഗ്ര സിനിമാ നയം ചർച്ച ചെയ്യുകയാണ് കോൺക്ലേവിന്റെ ലക്ഷ്യം. പ്രതിപക്ഷ നേതാവ് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായി ഇങ്ങനൊരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്ത, ഇങ്ങനൊരു മികവുറ്റ തരത്തിൽ സിനിമാ രംഗത്തെ, സീരിയൽ രംഗത്തെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പോളിസി ക്രിയേറ്റ് ചെയ്ത ഒരേ ഒരു ഗവൺമെൻറ് പിണറായി വിജയൻ ഗവൺമെൻറ്റാണ്. എന്നാൽ സിനിമാ ഇൻഡസ്ട്രിയെ പൂർണ്ണമായി താർക്കണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ചില ആളുകൾ നടത്തുന്ന പ്രചരണത്തോട് എനിക്ക് യോജിക്കാൻ പറ്റുമോ? കോൺക്ലേവിനെതിരെ ചലച്ചിത്ര പ്രവർത്തകർക്കിടയിലും ഭിന്നാഭിപ്രായമുണ്ട്. സ്ത്രീകളുമായി നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. നിങ്ങൾക്ക് പുറത്തേക്ക് വരുന്ന കേസുകൾ വളരെ കുറവായിരിക്കും. നമ്മളെടുത്ത് വന്ന് ഇത്തരം പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് ഒരു ഘട്ടത്തിൽ അവർ പറയും വേണ്ട, ഞങ്ങൾക്ക് കേസിലൊന്നും പോണ്ട. പക്ഷെ നമ്മളിത് ഇങ്ങനെ മണിക്കൂറുകളോളം ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും ഇവരുടെ കരച്ചിൽ, അവർ കടന്നു പോകുന്ന അവസ്ഥകള്. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും ചോദിക്കുക നിയമപരമായിട്ട് നമുക്ക് പോകണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലർ പറയും വേണ്ടെന്ന് പറയും, ചിലർ വേണമെന്ന് പറയും. പ്രതിഷേധങ്ങൾക്കിടയിലും സിനിമാ കോൺക്ലേവുമായി മുന്നോട്ടു പോകാനാണ് സർക്കാർ നീക്കം. ന്യൂസ് ഡെസ്ക് 24. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിലെ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് കൂടുതൽ പേർ രംഗത്ത്. ഒരു സംവിധായകൻ മോശമായി പെരുമാറിയെന്നും അന്ന് പരാതി നൽകാൻ മാർഗമുണ്ടായിരുന്നില്ലെന്നും നടി ഉഷ ഹസീന പറഞ്ഞു. മൊഴികളും പരാതികളും ഗൗരവത്തോടെ സമീപിക്കണമെന്ന് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി പ്രതികരിച്ചു. വിഷയത്തിൽ ഫിലിം ചേംബറിനുള്ളിൽ ഭിന്നത തുടരുകയാണ്. 24 ന്യൂസ് ഈവനിങ്ങിലായിരുന്നു തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ നടി ഉഷ ഹസീന തുറന്നു പറഞ്ഞത്. അന്ന് പരാതിപ്പെടാൻ മാർഗമുണ്ടായില്ലെന്നും പലരും ഇതേ പരാതി ഉന്നയിച്ചിരുന്നുവെന്നും ഉഷ. എല്ലാം സഹിച്ചത് സാമ്പത്തിക ബാധ്യത കാരണമാണ്. പിന്നെ സെറ്റിൽ വരുമ്പോൾ ഈ വ്യക്തി വളരെ മോശമായി നമ്മളോട് പെരുമാറും. നമ്മൾ നന്നായിട്ട് അഭിനയിച്ചാലും മോശമാണെന്ന് പറയും, നമ്മളെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യും സെറ്റിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ പ്രതികരിച്ചു. ഞാൻ ചെരുപ്പൂരി അതൊക്കെ വാർത്ത, അന്ന് മീഡിയ ഒന്നും ഇല്ലല്ലോ. നിശബ്ദത ഒന്നിനും പരിഹാരമല്ലെന്നും മൊഴികളും പരാതികളും ഗൗരവത്തോടെ സമീപിക്കണമെന്നും സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരി. ഫേസ്ബുക്കിലായിരുന്നു പ്രതികരണം. അതേസമയം സ്ഥാപക അംഗത്തിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തെ അപലപിച്ച് സിനിമാ മേഖലയിലെ വനിതാ കൂട്ടായ്മ WCC രംഗത്തെത്തി. വനിതകളെ അപമാനിക്കാനല്ല ഈ പഠനം ഉപയോഗിക്കേണ്ടതെന്നും WCC. സിനിമയിൽ മാത്രമല്ല എല്ലായിടത്തും സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കണമെന്നായിരുന്നു ഗായിക ഉഷ ഉദുപ്പിന്റെ പ്രതികരണം. We have to think about the security one more time and safety. അതേസമയം റിപ്പോർട്ടിൽ ഫിലിം ചേംബറിൽ കടുത്ത ഭിന്നത തുടരുകയാണ്. മൊഴികൾ പറഞ്ഞു പഠിപ്പിച്ചതാണെന്ന ജനറൽ സെക്രട്ടറി സജി നന്ദ്യാട്ടിന്റെ പരാമർശത്തിനെതിരെ അംഗങ്ങൾ രംഗത്തുവന്നു. നിലപാട് ഔദ്യോഗികമാണോ എന്ന് ജനറൽ ബോഡിയിൽ സാന്ദ്ര തോമസ് ഉൾപ്പെടെയുള്ളവർ ചോദിച്ചു. ഭിന്നത ശക്തമായതോടെ ഫിലിം ചേംബർ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. റിപ്പോർട്ടിലുള്ള നിലപാട് അഭിനേതാക്കളുടെ സംഘടന അമ്മ ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. 24 കൊച്ചി. 13കാരി കേരളത്തിന്റെ സുരക്ഷിത കരങ്ങളിൽ. വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തിയ 13കാരിയെ മറ്റന്നാൾ കേരളത്തിലെത്തിക്കും. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അറിയിച്ചു. കുട്ടിക്ക് മാതാപിതാക്കളിൽ നിന്ന് മർദ്ദനമേറ്റിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നാണ് പോലീസിന്റെ പ്രതികരണം.
കേരളം പ്രാർത്ഥനകളോടെ കാത്തിരുന്ന കഴക്കൂട്ടത്തെ ആ 13 വയസ്സുകാരി വിശാഖപട്ടണത്തെ ഈ ഗേൾസ് ഹോമിൽ സുഖമായി കഴിയുന്നു. രാവിലെ ഇപ്പോൾ സംസാരിച്ചിരുന്നു. കുട്ടി കണ്ട ഉടനെ തന്നെ കുട്ടി ചിരിച്ചുകൊണ്ട് ഓടി വന്നു. നല്ല ചിരിച്ച് സന്തോഷവതിയായിട്ട് തന്നെ ഇരിക്കുന്നു. ഇന്നലെ രാത്രി വൈകിയാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കുട്ടിയെ ഏറ്റെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇനിയിപ്പോൾ കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം എത്തിയതിനു ശേഷമായിരിക്കും കേരളത്തിലേക്ക് കുട്ടിയെ മടക്കി കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കുക. 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന കേരളത്തിൽ നിന്നുള്ള സംഘം നാളെ ഉച്ചയോടെ വിശാഖപട്ടണത്തെത്തും. വൈദ്യപരിശോധന ഉൾപ്പെടെ ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് CWC കുട്ടിയെ കേരള പോലീസിന് കൈമാറും. 13-കാരിയെ മറ്റന്നാൾ തിരുവനന്തപുരത്തെത്തിക്കും. ആ കുട്ടി ഇപ്പോൾ വൈസാഖിലുള്ള CWCയുടെ കൺട്രോളിലാണ്. അവർ ആ കുട്ടിയെ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ടീം അവരെ റിക്കവർ ചെയ്യാൻ പോയിട്ടുണ്ട്. കുട്ടി എന്തിന് വീട് വിട്ടിറങ്ങിയെന്ന ചോദ്യത്തിന് ഇതുവരെ കൃത്യമായ ഉത്തരം കിട്ടിയിട്ടില്ല. അതിനായി കുട്ടിയുടെ മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തും. എന്നാൽ അത്തരം നടപടികൾ കേരളത്തിലെത്തിച്ചതിന് ശേഷം മാത്രമേ ഉണ്ടാവൂ എന്നാണ് പോലീസ് പറയുന്നത്. വിശാഖപട്ടണത്ത് നിന്നും ടീം 24. കഴക്കൂട്ടത്തു നിന്ന് കാണാതായ 13-കാരിയെ കണ്ടെത്താനുള്ള നീക്കങ്ങളിൽ നിർണായകമായത് 24 ഇടപെടലുകൾ. ചൊവ്വാഴ്ച വൈകിട്ട് പോലീസ് തിരച്ചിൽ ആരംഭിക്കുന്നത് മുതൽ 24 വാർത്താസംഘവും കുട്ടിക്കായി നാട് മുഴുവൻ തിരഞ്ഞു. ഒടുവിൽ ഞങ്ങളുടെ തിരുവനന്തപുരം റിപ്പോർട്ടർ അലക്സ് റാം മുഹമ്മദ് നടത്തിയ സമയോചിതമായ ഇടപെടലിലാണ് വിശാഖപട്ടണത്ത് നിന്ന് പെൺകുട്ടിയെ കണ്ടെത്തിയത്. കഴക്കൂട്ടത്ത് നിന്നും 13-കാരിയെ കാണാനില്ലെന്ന വാർത്ത ചൊവ്വാഴ്ച വൈകിട്ട് 5:45 24 പുറത്തുവിടുന്നത്. പിന്നീട് അങ്ങോട്ട് തിരച്ചിലിന്റെ മണിക്കൂറുകൾ. ചൊവ്വാഴ്ച രാത്രി മുഴുവൻ പോലീസ് നടത്തിയ തിരച്ചിലിൽ 24ഉം ഭാഗമായി. ബുധനാഴ്ച പുലർച്ചെ 4 മണിയോടെ കുട്ടി തമിഴ്നാട്ടിലേക്ക് പോയെന്ന നിർണായക വിവരവും 24 പുറത്തുവിട്ടു. ഒരു കുട്ടി നോർമലായിട്ട് ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു. പിന്നെ എന്താണ് കാണുമ്പോൾ തന്നെ നമ്മുടെ മലയാളിയാണെന്ന് തോന്നിയില്ല. എന്നാലും ഞാനിത് ഫോട്ടോ എടുത്ത് വെച്ചിരുന്നേ ഉള്ളൂ. അന്ന് രാവിലെ 24 ന്യൂസിന്റെ തന്നെയാണ് ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരുന്നത് യൂട്യൂബില്. മഴയായോണ്ട് അപ്പൊ അതിൽ വിളിച്ചപ്പോഴാണ് പിന്നെ പോലീസ് തിരിച്ചു വിളിച്ചെന്നെ അറിയിച്ചത്. പിന്നാലെ പോലീസ് സംഘത്തോടൊപ്പം കന്യാകുമാരിയിലേക്ക്. റെയിൽവേ സ്റ്റേഷനിലും പരിസരത്തും പോലീസിനൊപ്പം 24ഉം കുട്ടിക്ക് വേണ്ടി തിരച്ചിൽ നടത്തി. ഒടുവിൽ പോലീസ് അന്വേഷണം ചെന്നൈയിലേക്ക്. മുന്നോട്ടു പോകാനുള്ള തുമ്പിനായി പോലീസ് കാത്തുനിന്നപ്പോൾ 24 പ്രേക്ഷകരെ ഒപ്പം ചേർത്ത് ജനകീയ തിരച്ചിൽ ആരംഭിച്ചു. 7:45 എഗ്മോറിൽ നിന്ന് പുറപ്പെടുന്ന താമ്പരം സാന്ത്രാഗച്ചി അന്ത്യോദയ എക്സ്പ്രസ്. 24 തിരുവനന്തപുരം റിപ്പോർട്ടർ അലക്സ് റാം മുഹമ്മദ് വിശാഖപട്ടണത്തെ മലയാളി സമാജം പ്രവർത്തകരെ വിളിച്ച് സഹായം തേടി. ഒടുവിൽ ആ സന്തോഷ വാർത്ത 24 പ്രേക്ഷകർക്ക് സമ്മാനിച്ചു. കുഞ്ഞിനെ ഞങ്ങൾ രക്ഷിച്ചിരിക്കുന്നു, 24 സംഘം രക്ഷിച്ചിരിക്കുന്നു, ഞങ്ങളിതാ തിരിച്ചു കൊണ്ടുവരുന്നു കേരളത്തിലേക്ക്. ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് ഞങ്ങളിതാ കൊണ്ടുവരുന്നു എന്ന അഭിമാനത്തോടെയും ചാരിതാർത്ഥത്തോടെയും സന്തോഷത്തോടെയും ആണ് ഈ വാർത്ത ഇപ്പോൾ പുറം ലോകവുമായി റിപ്പോർട്ട് ചെയ്യുന്നത്. ഗോപി, പ്രേക്ഷക പിന്തുണയോടെ 24 നടത്തിയ നീക്കങ്ങൾ അസം സ്വദേശികളായ കുട്ടിയുടെ മാതാപിതാക്കളുടെ സന്തോഷത്തിന് കാരണമായി. তুমি আমার বার্থডে আসলো, বাবার বার্থডে তুমি বাবার হয়ে গেল না? হ্যাঁ, ഹലോ മകോ. ആശങ്കയുടെ 37 മണിക്കൂർ 24നോടൊപ്പം നിന്ന പ്രേക്ഷകർക്ക് നന്ദി. 24 തിരുവനന്തപുരം. വീട് വിട്ടിറങ്ങിയ മകളെ കണ്ടെത്താനായതിന്റെ ആശ്വാസത്തിലാണ് 13-കാരിയുടെ മാതാപിതാക്കൾ. മകളെ കണ്ടെത്താൻ സഹായിച്ച മലയാളികളോടും പോലീസിനോടും നന്ദിയുണ്ട്. കുട്ടി വന്നതിനു ശേഷം അസമിലേക്ക് പോകാനാണ് തീരുമാനമെന്നും മാതാപിതാക്കൾ പറഞ്ഞു. 13-കാരിയായ മകൾ വീട് വിട്ടിറങ്ങിയെന്ന് അറിഞ്ഞതു മുതൽ കരച്ചിലിലായിരുന്നു മാതാപിതാക്കൾ. ഇന്നലെ വിശാഖപട്ടണത്ത് നിന്നും കുട്ടിയെ കണ്ടെത്തിയെന്ന സന്ദേശമെത്തിയതോടെ ആശ്വാസമായി. കുട്ടിയുമായി വീഡിയോ കോളിൽ സംസാരിച്ചു. ഭക്ഷണം കഴിച്ചെന്ന് മകൾ പറഞ്ഞു. കുട്ടിയെ കണ്ടെത്തിയ കേരളത്തിന് നന്ദി. കുട്ടിയെ താൻ മർദ്ദിച്ചിട്ടില്ലെന്ന് മാതാവ്. मैं बोला तो तू मेरा बेटी है, मैं तो माँ हूँ, मैं तो डांटेगा, बदमाशी करेगा तो डांटेगा, इसलिए गोश्त छोड़ देता क्यों? മകളെ കൊണ്ടുവരാനായി വിശാഖപട്ടണത്തേക്ക് പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ കുട്ടിയെ തിരുവനന്തപുരത്ത് എത്തിക്കാമെന്ന് പോലീസ് അറിയിക്കുകയായിരുന്നു. ചൊവ്വാഴ്ചയാണ് 13-കാരിയെ കാണാതായത്.
ഇളയ സഹോദരങ്ങളുമായി വഴക്കിട്ടതിന് മാതാവ് ശകാരിച്ചതിനെ തുടർന്നായിരുന്നു വീട് വിട്ടിറങ്ങിയത്. മകൾ തിരികെ എത്തുന്നതും കാത്ത് കണ്ണീരോടെ കാത്തിരിക്കുകയായിരുന്നു മാതാപിതാക്കൾ. പിതാവ് 1 വർഷം മുമ്പാണ് തിരുവനന്തപുരത്ത് എത്തിയത്. 1 മാസം മുമ്പാണ് മാതാവും കുട്ടികളും എത്തുന്നത്. 24 തിരുവനന്തപുരം. കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ ബംഗാൾ സർക്കാരിനെതിരെ CBI സുപ്രീം കോടതിയിൽ. തെളിവുകൾ നശിപ്പിക്കാൻ സംഘടിത ശ്രമം നടന്നെന്ന് കോടതിയിൽ സമർപ്പിച്ച തൽസ്ഥിതി റിപ്പോർട്ടിൽ CBI കുറ്റപ്പെടുത്തി. പ്രതിഷേധിക്കുന്ന ഡോക്ടേഴ്സിനോട് ജോലിയിൽ ഹാജരാകണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. കോടതി നിർദ്ദേശത്തിന് പിന്നാലെ എയിംസിലെ ഡോക്ടേഴ്സ് സമരം അവസാനിപ്പിച്ചു. ഡോക്ടറുടെ കൊലപാതകമുണ്ടായി 5 ദിവസം കഴിഞ്ഞാണ് കേസ് ഏറ്റെടുത്തതെന്നും തെളിവുകൾ നശിപ്പിക്കപ്പെട്ടെന്നും സുപ്രീം കോടതിയിൽ സമർപ്പിച്ച തൽസ്ഥിതി റിപ്പോർട്ടിൽ CBI വ്യക്തമാക്കി. പിന്നാലെ സംസ്ഥാന പോലീസിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി കോടതി വിമർശനങ്ങൾ ആവർത്തിച്ചു. FIR രജിസ്റ്റർ ചെയ്തതിലെ കാലതാമസം, ക്രൈം സീൻ സീൽ ചെയ്യുന്നതിലെ കാലതാമസം, പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന് നൽകിയ പുനർനിയമനം തുടങ്ങിയവ കോടതി ചൂണ്ടിക്കാട്ടി. ആശുപത്രിയിലെ ആൾക്കൂട്ടാക്രമണം സംബന്ധിച്ച് കൊൽക്കത്ത പോലീസ് നൽകിയ തൽസ്ഥിതി റിപ്പോർട്ടും കോടതി പരിഗണിച്ചു. സമരം ചെയ്യുന്ന ഡോക്ടേഴ്സ് ജോലിയിലേക്ക് മടങ്ങണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ജോലിയിൽ മടങ്ങുന്നവരോട് പ്രതികാര നടപടി പാടില്ലെന്നും ബംഗാൾ സർക്കാരിനോട് കോടതി. ഇതിന് പിന്നാലെ എയിംസിലെ ഡോക്ടേഴ്സ് പ്രതിഷേധം അവസാനിപ്പിച്ചു. എന്നാൽ ജോലി സമയത്തിന് ശേഷം സമരത്തിന്റെ ഭാഗമാകും. പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് കൊൽക്കത്തയിലെ ഡോക്ടേഴ്സ്. അതിക്രമങ്ങളിൽ സമയബന്ധിത നടപടി ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തോട് കോടതി നിർദ്ദേശിച്ചു. ഇതിനായി സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെയും DGPമാരുടെയും യോഗം വിളിക്കണം. അടുത്ത മാസം 5-ന് വീണ്ടും തൽസ്ഥിതി റിപ്പോർട്ട് നൽകാൻ CBIയോടും കൊൽക്കത്ത പോലീസിനോടും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. 24 ഡൽഹി. കൊൽക്കത്തയിൽ കൊല്ലപ്പെട്ട വനിതാ ഡോക്ടർ കൂട്ടബലാത്സംഗം നേരിട്ടിട്ടില്ലെന്ന് CBI. സഞ്ജയ് റോയ് മാത്രമാണ് കുറ്റക്കാരനെന്നും CBI വൃത്തങ്ങൾ പറയുന്നു. മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ്, മുഖ്യപ്രതി സഞ്ജയ് റോയ് തുടങ്ങി 5 പേരുടെ നുണപരിശോധന നടത്താൻ CBI കോടതിയിൽ അപേക്ഷ നൽകി. ഡോക്ടറുടെ കൊലപാതകത്തിൽ തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ ഭിന്നത ശക്തമെന്നാണ് റിപ്പോർട്ട്. വനിതാ ഡോക്ടറെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്നായിരുന്നു ആദ്യമുയർന്ന ആരോപണം. എന്നാൽ ഫോറൻസിക് റിപ്പോർട്ടും CCTV ദൃശ്യങ്ങളും പരിശോധിച്ച് CBI ഇക്കാര്യം നിഷേധിക്കുകയാണ്. കൂട്ടബലാത്സംഗം നടന്നിട്ടില്ലെന്നാണ് CBI വൃത്തങ്ങൾ പറയുന്നത്. പോലീസ് സിവിക് വളണ്ടിയർ സഞ്ജയ് റോയ് മാത്രമാണ് കേസിലെ പ്രതിയെന്ന നിഗമനത്തിലേക്ക് CBIയും എത്തുന്നു. കേസിൽ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ CBI തുടർച്ചയായി 7-ാം ദിവസവും ചോദ്യം ചെയ്തു. സന്ദീപ് ഘോഷിന്റെ നുണപരിശോധനയ്ക്ക് CBI കോടതിയുടെ അനുമതി തേടുമെന്നാണ് സൂചന. RG-കർ മെഡിക്കൽ കോളേജിലെ പുതിയ പ്രിൻസിപ്പൽ സുഹൃത പാൽ, ആശുപത്രി സൂപ്രണ്ട് തുടങ്ങിയവരെ ചുമതലകളിൽ നിന്ന് സർക്കാർ നീക്കി. മെഡിക്കൽ കോളേജിന്റെ സുരക്ഷ പൂർണ്ണമായും CISF ഏറ്റെടുത്തു. വിഷയത്തിൽ മമതാ ബാനർജിയും അനന്തരവൻ അഭിഷേക് ബാനർജിയും തമ്മിൽ ഭിന്നത ശക്തമാകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. സന്ദീപ് ഘോഷിനെതിരെ കടുത്ത നടപടിയെടുക്കാത്തതിൽ അഭിഷേകിനും പ്രതിസന്ധി ഘട്ടത്തിൽ അഭിഷേക് ഇടഞ്ഞു നിൽക്കുന്നതിൽ മമതയ്ക്കും അതൃപ്തിയുണ്ടെന്നാണ് റിപ്പോർട്ട്. സുപ്രീം കോടതി ഇടപെടലിന്റെ പശ്ചാത്തലത്തിൽ വിവിധ സംഘടനകൾ പണിമുടക്കിൽ നിന്നും പിന്മാറുമ്പോഴും അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട തങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക് നീതി ഉറപ്പാക്കുന്നതുവരെ പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നാണ് RG-കോർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ തീരുമാനം. RG-കോർ മെഡിക്കൽ കോളേജിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. മറ്റൊരു വാർത്തയിലേക്ക്. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ തെറ്റ് പറ്റിയിട്ടില്ലെന്ന് നിയമപരമായി തെളിയിക്കുമെന്ന് KK ലതിക. ഇടതുപക്ഷത്തെ ഒരാൾക്കും സ്ക്രീൻഷോട്ട് വിഷയത്തിൽ പങ്കുണ്ടാകില്ല. റിബേഷിന് മാത്രമല്ല, ഇടതുപക്ഷത്തെ ഒരാൾക്കും ഇതിൽ പങ്കില്ല. വർഗീയമായി പ്രചാരണം നടത്തരുതെന്ന് കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു. സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ലെന്നും KK ലതിക പറഞ്ഞു. ഗോവിന്ദമാഷ് കൃത്യമായിട്ട് നിങ്ങളെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പറഞ്ഞാലപ്പുറം എനിക്കൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അയാൾ പറയാത്ത എന്തുകൊണ്ടാണ്? അതിനൊക്കെ കാരണം ഉണ്ടാവില്ലേ? റിബേഷിനെന്നല്ല, ഇടതുപക്ഷത്തെ ഒരാൾക്കും ഇതിലൊരു പങ്കുണ്ടാവില്ല. കാരണം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ തെരഞ്ഞെടുപ്പ് വിജയപരാജയങ്ങൾക്ക് അപ്പുറത്തേക്ക് നിങ്ങൾക്കറിയാവുന്ന എനിക്കറിയില്ല, നാദാപുരത്തും അതുപോലെ തന്നെ ഞങ്ങളുടെ മേഖലയിലും ഈ സമാധാനം നിലനിർത്തുന്നതിന് വലിയ രൂപത്തിലേക്കുള്ള ഇടപെടലാണ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എവിടുന്ന് സോഴ്സ് എന്നല്ല, അവിടെയുള്ള ഓരോ വീടുകളും നടന്ന പ്രചരണം എന്താണെന്നും ആ നാട്ടിൽ നടന്ന പ്രചരണം എന്താണെന്നും അറിയാവുന്നൊരു വ്യക്തിയാണ് ഞാൻ ഈ വീടുകളിലൊക്കെ പോകുന്ന ആളുകളാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ഇത്തരം ഒരു പ്രചരണം ഉണ്ടാവരുത് എന്നാണ് എൻ്റെ ഫേസ്ബുക്ക് പേജിലുള്ളത്. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു. ഇനി പൊതുജനം കഴുതേല സാർ, ഡോക്ടർ ഉന്മേഷ് ശിവരാമനൊപ്പം. നമസ്കാരം.